സവാത്തി വെൽക്കം ടു ഡേ 2 ഓഫ് എക്സ്പ്ലോറിങ് ബാങ്കോക്ക്. ഈ ട്രിപ്പ് നമ്മൾ പ്രത്യേകിച്ച് പാക്കേജ് എടുത്തിട്ടൊന്നുമല്ല കേട്ടോ വന്നേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ മലേഷ്യൻ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ തന്നെ ഇരുന്ന ഒരു ഐറ്റിനറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് ഡെസ്റ്റിനേഷൻസും വിട്ടുപോയി കൂടാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് പോകുന്നൊരു ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ഒരു റിവർ സൈഡിൽ, ബാങ്കോക്ക് റിവർ സൈഡിൽ നമുക്കൊരു 1 ഡേ ട്രിപ്പ് പോലെ കവർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇതാണ് ദ വാട്ട് അരുൺ ടെമ്പിൾ ഓഫ് ഡോൺ എന്ന് അറിയപ്പെടും. വൈകുന്നേരങ്ങളിൽ ഈ അമ്പലത്തിൻ്റെ ഭംഗി കൊണ്ടാട്ടോ ഈ പേര് വന്നത്. ഈ ഒരു കാണുന്ന ചാവപ്രായ റിവർ വഴി നമുക്കിവിടെ എത്താം, അല്ല റോഡ് വഴി എത്താം. പക്ഷേ ഈ ഒരു റിവറിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് മോർ കൺവീനിയൻറ്റ്, മോർ അഫോർഡബിൾ. അതൊന്നും കൂടാതെ ഈ റിവർ വഴി വരുമ്പോൾ നമുക്ക് ഓരോ ഡെസ്റ്റിനേഷൻസിൻ്റെയും ഭംഗിയും ഭയങ്കര രസമായിട്ട് കാണാൻ. പിന്നെ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്തൂപങ്ങളൊക്കെ ഉള്ള അമ്പലമാണ് ദ വാട്ട് ഫോ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് ദ റീക്ലൈനിങ് ബുദ്ധ. അതായത് ഒരു 46 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മുടെ തായ് മസാജിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നതും ഇവിടെ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ മസാജ് ഇവിടെ നിന്ന് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് വാട്ട് അരുൺ ആ ഭാഗത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ ഡ്രസ്സുകൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ലൈക്ക് ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വരാം കേട്ടോ. കൂടാതെ നമുക്ക് ഇവിടെ മോങ്സ് കണ്ടക്ട് ചെയ്യുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റഡി ഗ്രൂപ്പുകളും കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. സോ ബേസിക്കലി സ്പീക്കിംഗ് നമുക്ക് തായ് കൾച്ചറും ട്രഡീഷനും വളരെ നല്ല രീതിയിൽ നമുക്കൊന്ന് അറിയാൻ പറ്റിയ 2 സ്ഥലമാണത്. എന്നിട്ട് നമ്മൾ അഗെയിൻ ഈവനിങ് ആയപ്പോഴത്തേക്കും ദ സിയാം പാരഗൺ മോളിലോട്ട് പോയി. ജസ്റ്റ് മോൾ കാണാൻ വേണ്ടി മാത്രം വന്നതല്ല കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സീ ലൈഫ് ബാങ്കോക്ക് ഓഷ്യൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അക്വേറിയം ഉള്ളത്. ഇവിടെ കുറേ അണ്ടർ വാട്ടർ ടണൽസും പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസും പെൻഗ്വിൻസും പിന്നെ ഇവരെയൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ മോളിലോട്ട് എത്താനെടുത്ത സമയമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അതായത് ഞങ്ങളുടെ പ്രാവശ്യം നമ്മുടെ ബാങ്കോക്ക് ട്രിപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ തിരക്കാണ്. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ട്രാഫിക്കും അത്രമാത്രം തിരക്കും കേട്ടോ. ഞങ്ങളിനി സീസൺ ടൈമിൽ പോയതുകൊണ്ടാണോ അതോ എപ്പോഴും ഇവിടെ ഇങ്ങനെയാണോ എന്നറിയില്ല. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് എത്താൻ നമ്മൾ 1-2 കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ ഒരുപാട് സമയം എടുത്തു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ പിന്നെ കാണാം.